let us see another question. The orange color of K2Cr2O7 and purple color of KMnO4 is due to. എന്തുകൊണ്ടാണ് കളർ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുന്നു. പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റും നമ്മൾ പഠിച്ചിരിക്കുന്നത് D&F എന്ന ചാപ്റ്ററിലാണ്. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം D&F ബ്ലോക്ക് എലിമെന്റ്സ്. അതിൽ തന്നെ കളർ ഓഫ് ദി കോമ്പൗണ്ട് ഈസ് ആക്ച്വലി ഡ്യൂ ടു DD ട്രാൻസിഷൻ. എപ്പോഴാണ് നമുക്ക് DD ട്രാൻസിഷൻ ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. യു നീഡ് D ഇലക്ട്രോൺസ്. D0 നോ DD ട്രാൻസിഷൻ. D0 DD ട്രാൻസിഷൻ ഉണ്ടാവില്ല, കാരണം ദർ ആർ നോ ഇലക്ട്രോൺസ് ടു ജംപ്. D10 ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അവിടെയും DD ട്രാൻസിഷൻ പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് D0 D10 കോമ്പൗണ്ടുകളിൽ ഒരിക്കലും DD ട്രാൻസിഷൻ വഴി കളർ കാണിക്കാൻ സാധിക്കില്ല, ബിക്കോസ് DD ട്രാൻസിഷൻ ഈസ് ഇംപോസിബിൾ ഇൻ ദീസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കം ടു ദി ക്വസ്റ്റ്യൻ. യു ആർ ഗിവൺ വിത്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഡൈക്രോമേറ്റിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആക്ച്വലി 3D5 4s1. When you have chromium in +6 oxidation state, it literally gives you D0 configuration where DD transition becomes impossible. അപ്പോൾ ഇവിടെ DD transition സംഭവിക്കുന്നില്ല. And now you consider KMnO4, potassium permanganate, where the oxidation state of KMnO4 is +7. Manganese is having an electronic valence shell electronic configuration of 3D5 4s2, and manganese in +7 oxidation state will give you again D0 configuration where there is no possibility for DD transition. രണ്ടിലും DD transition നടക്കുന്നില്ല, എന്നിട്ടും അവർ കളർ കാണിക്കണമെങ്കിൽ there is only one reason, which is charge transfer happening in this. അപ്പോൾ DD transition രണ്ടിലും വരില്ല. അതോടെ ആ ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. You have only one option. It is because of the ligand to metal charge transfer ആണ്. ചാർജ് ട്രാൻസ്ഫർ രണ്ടിലും സംഭവിച്ചത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. സോ D&F എന്ന് വന്ന ചോദ്യമാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്.